പരിശുദ്ധ അമ്മയോട് ഭക്തിയില്ലാത്ത ക്രൈസ്തവർ വളരെ കുറവാണ്. ഈശോ കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയ്ക്കാണ് സഭയിൽ സ്ഥാനം. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ പല രൂപങ്ങളും ചിത്രങ്ങളും നമ്മൾ പള്ളികളിലും വീടുകളിലും മറ്റു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും കാണാറുണ്ട്. സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും ചിന്താഗതികൾക്കും മറ്റുമനുസരിച്ച് മാതാവിനെ ചിത്രീകരിക്കുന്നതിലും വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അതിനാൽ നമ്മൾ കൂടുതൽ കാണാത്തതും വ്യത്യസ്തമാർന്നതുമായ മാതാവിന്റെ ചിത്രങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. തായ് മഡോണ. തായ് കലയിൽ നിന്നും മതപാരമ്പര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തായ് സാംസ്കാരിക പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന രൂപമാണിത്. തായ് വസ്ത്രധാരണമാണ് മറിയത്തിനും ഉണ്ണീശോയ്ക്കും നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് നീളമുള്ളതും പ്രത്യേക തരത്തിൽ രൂപപ്പെടുത്തിയ വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത്. തായ് പാരമ്പര്യങ്ങളിലെ ആഭരണങ്ങളും ചിത്രത്തിൽ കാണാം. കരങ്ങളിൽ ഭൂമിയെ വഹിച്ചുകൊണ്ടുള്ള ഈശോയാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഈ രൂപം മറ്റു രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതെല്ലാമാണ്. എത്യോപ്യൻ മദർ മേരി. എത്യോപ്യൻ ഓർത്തഡോക്സ് പള്ളിയായ ഡെബ്രേസലം കിഡിസ്റ്റ് മറിയം പള്ളിയുടെ പിൻഭാഗത്ത് കന്യകാമറിയത്തിന്റെയും ഈശോയുടെയും ഒരു ചുവർ ചിത്രമാണ് ഉള്ളത്. 1400കളിൽ എത്യോപ്യയിൽ കന്യകാമറിയത്തോടുള്ള ആദരവ് അവിടെ ഉയർന്നു വന്നപ്പോൾ രൂപപ്പെട്ടതാണ് ഈ ചിത്രം. എത്യോപ്യൻ ചിത്രകലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണോഗ്രാഫിക് പ്രമേയങ്ങളിൽ ഒന്നാണ് ഈ ചിത്രം. എത്യോപ്യൻ മതവിശ്വാസങ്ങളുടെയും സ്വത്വത്തിന്റെയും സാംസ്കാരിക സ്മരണയുടെയും നിർമ്മാണത്തിൽ യേശുവിന്റെ അമ്മ വഹിച്ച പങ്കിന്റെ പ്രതീകാത്മക രൂപമാണ് ഇതിൽ കാണുന്നത്. കൂടാതെ കന്യകാമറിയവും ദൈവത്തിന്റെ പടയാളിയും അവളുടെ സന്തത സഹചാരിയുമായ യൗസേ പിതാവുമായുള്ള അടുത്ത ബന്ധത്തെ ചിത്രീകരിക്കുന്നുമുണ്ട്. അവർ ലേഡി ഓഫ് ചൈന. 1900 കർഷക പ്രക്ഷോഭമായ ബോക്സർ കലാപം ചൈനയിൽ പടർന്നു പിടിച്ചപ്പോൾ 10,000 ബോക്സർമാർ ഹുബേയ് പ്രവിശ്യയിലെ ഡോങ്ലു ഗ്രാമം ആക്രമിച്ചു. ഗ്രാമത്തിലെ പുരോഹിതനായ ഫാദർ വു മാതാവിന്റെ സഹായവും സംരക്ഷണവും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആകാശത്ത് വെളുത്ത വസ്ത്രം ധരിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മനോഹരമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ഡോങ്ലു നഗരത്തിനു മേലുള്ള മാതാവിന്റെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ ബഹുമാനാർത്ഥം മനോഹരമായ ഒരു പള്ളി നിർമ്മിച്ചു. കൂടാതെ ആകാശത്ത് തെളിഞ്ഞ അമ്മയുടെ രൂപവും ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ജാപ്പനീസ് മദർ മേരി. നസറത്തിലെ ചർച്ച് ഓഫ് ദി അനൗൺസിയേഷനിൽ കാണപ്പെടുന്ന മാതാവിന്റെയും ഈശോയുടെയും ജാപ്പനീസ് മൊസൈക്കാണ് ഇത്. ജപ്പാനിലെ ഒരു കാർമലൈറ്റ് കോൺവെന്റിലെ ഒരു ജാപ്പനീസ് ഡിസ്കാൾഡ് കാർമലൈറ്റ് കന്യാസ്ത്രീയാണ് ഈ ചിത്രം വരച്ചത്. ജാപ്പനീസ് ശൈലിയിൽ വസ്ത്രവും മറ്റും നൽകിയിരിക്കുന്ന ഈ ചിത്രം അതിമനോഹരമാണ്. ഈ മാതാവിന്റെ ചിത്രം തുന്നിച്ചേർത്ത വസ്ത്രമാണ് ഹോങ്കോങ് ബിഷപ്പുമാർ ധരിക്കുന്നത്. ചെസ്റ്റോചോവയിലെ കറുത്ത മഡോണ. പോളണ്ടിലെ ചെസ്റ്റോചോവയിലുള്ള ജാസ്ന ഗോറയിലെ കോട്ടകെട്ടിയ ബറോക്ക് പോളിൻ ആശ്രമത്തിലെ കന്യകാമറിയത്തിന്റെ ചാപ്പലിലെ ഐക്കനാണ് ബ്ലാക്ക് മഡോണ. ഏകദേശം 600 വർഷമായി ക്രിസ്ത്യാനികൾ ഇത് ആരാധിച്ചു വരുന്നു. കന്യകാമറിയം കുഞ്ഞെ യേശുവിനെ പിടിച്ചു നിൽക്കുന്ന മനോഹരമായ പ്രതീകാത്മക ചിത്രമാണ് ബ്ലാക്ക് മഡോണ. മറിയവും യേശുവും ഇരുണ്ട നിറമുള്ളവരായും അവരുടെ കിരീടങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ വിപുലമായി അലങ്കരിച്ചിരിക്കുന്നതായും ഇതിൽ കാണാം. ഇതിന്റെ ചിത്രകാരൻ ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. 6-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ലൂക്ക വരച്ചതാണെന്നാണ് ഐതിഹ്യം. എന്നിരുന്നാലും 12 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഒരു ബൈസന്റൈൻ സൃഷ്ടിയായിരിക്കാനാണ് സാധ്യതയെന്ന് കലാചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. മാതാവിനെ ആവിഷ്കരിച്ചിരിക്കുന്നത് പല രീതിയിലാണെങ്കിലും മാതാവിന്റെ മാധ്യസ്ഥം എല്ലാവർക്കും ഒരുപോലെയാണ് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഭക്തി ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ ചിത്രങ്ങൾ. ഇതിലും കൂടുതൽ വ്യത്യസ്തമാർന്ന മാതാവിന്റെ ചിത്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ട്.